ശബരിമല ശ്രീകോവിലിനു ചുറ്റും സ്വർണം പൂശിയതടക്കം മുഴുവൻ രേഖകളും ഉടൻ പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കാണ് നിർദ്ദേശം നൽകിയത്. ദ്വാരപാലക സ്വർണ്ണപ്പാളി, അറ്റകുറ്റപ്പണിയുടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവരെ ഹൈക്കോടതി കക്ഷി ചേർക്കുകയും ചെയ്തു. ശബരിമല ശ്രീകോവിലിനു ചുറ്റും സ്വർണം പൂശിയത്, ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പിടിച്ചെടുക്കാനാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്കാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയോ ഹൈക്കോടതിയോ അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി അഴിച്ചുമാറ്റിയ സംഭവത്തിലാണ് രേഖകളുടെ പരിശോധന. എത്ര സ്വർണം ഇവിടെ ഉണ്ടായിരുന്നു എന്നതടക്കം പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ ഉരുക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ഭക്തർ നാണയത്തുട്ടുകൾ എറിഞ്ഞ് സ്വർണ്ണപ്പാളികൾക്ക് കേടുപാടുകൾ പറ്റിയിരുന്നു. ഇപ്പോഴത്തെ നിലയിൽ സ്വർണം തിരിച്ചെത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ബോർഡ് അറിയിച്ചിട്ടുണ്ട്. സ്വർണ്ണപ്പാളി ഉടൻ തിരികെ എത്തിക്കണമെന്നതല്ല, രേഖകൾ പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതാണെന്നാണ് നിലപാടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. നടപടിക്രമങ്ങൾ പാലിക്കാതെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ പിഴവ് പറ്റിയെന്നും നിരുപാധികം മാപ്പപേക്ഷിക്കുന്നതായും ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചു. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ചോദിച്ച ഹൈക്കോടതി ഇയാളെയും അറ്റകുറ്റപ്പണി നടത്തുന്ന സ്മാർട്ട് ക്രിയേഷൻസിനെയും കക്ഷി ചേർത്തിട്ടുണ്ട്. ജനം, കൊച്ചി.